ഇപ്പോൾ അനിലക്കര പറഞ്ഞു നിർത്തിയ ഒരു ഭാഗമുണ്ടല്ലോ, CPM RSS ബന്ധം. യഥാർത്ഥത്തിൽ CPIയെ ആശങ്കപ്പെടുത്തുന്നത്, കേരളത്തിലുള്ള ഇടതുമുന്നണി പ്രവർത്തകരെ ആശങ്കപ്പെടുത്തുന്നത്, ഈ ADGP വഴി മുഖ്യമന്ത്രി ഏതെങ്കിലും തരത്തിൽ വ്യക്തിപരമായി കേന്ദ്രത്തിൽ നിന്ന് ആനുകൂല്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും RSS ബന്ധം നടത്തുന്നുണ്ടോ എന്നൊരു വലിയ ചോദ്യമാണ്. ഒപ്പം പോലീസിലെ സംഘവൽക്കരണമാണ്. ഇന്ന് റിപ്പോർട്ടർ TVയോട് പറഞ്ഞത് ചില നേതാക്കന്മാർക്കെങ്കിലും ഈ പറയുന്ന കാര്യങ്ങളിൽ നിശബ്ദമായിരിക്കേണ്ടി വരുന്നത് ഇത്തരം ഒത്തുതീർപ്പുകൾ നിങ്ങൾ നേതാക്കൾക്കിടയിൽ ഉണ്ടാവുന്നു എന്നാണ്. പൂരം കലക്കുന്നത് മുതൽ പല ഒത്തുതീർപ്പ് ധാരണകളും നേതാക്കന്മാർക്കിടയിലെ നെക്സസ് ഉണ്ടാക്കുന്നുവെന്നാണ്. അഡ്വക്കേറ്റ് ജയസൂര്യൻ BJP ഈ നെക്സസിന്റെ ഭാഗമാണെന്നാണ് PV അൻവറിന്റെ വാദം. PV അൻവറിനെ പിന്തുണച്ചാൽ നിങ്ങളും പെടും. കേരളത്തിലെ ജനങ്ങൾ ആശങ്കപ്പെടുന്നത് അരുൺ ഇപ്പോൾ പറഞ്ഞ കാരണങ്ങളെ അല്ല, ആ വസ്തുതകളുമല്ല. യഥാർത്ഥത്തിൽ കേരളത്തിലെ ജനങ്ങൾ ഇന്ന് ആശങ്കപ്പെടുന്ന വിഷയം മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞു. അതായത് സർക്കാരിനെതിരെ പാർട്ടിക്കെതിരെയുമാണ് PV അൻവർ ഇപ്പോൾ തെറ്റായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് എന്ന് മുഖ്യമന്ത്രി വളരെ ശക്തമായി പ്രതികരിച്ചു. അങ്ങനെയാണെങ്കിൽ തെറ്റായിട്ടുള്ള ആരോപണമാണ് എങ്കിൽ മുഖ്യമന്ത്രി എന്താ ചെയ്യേണ്ടത്? PV അൻവറിനെതിരെ നിയമപരമായി നടപടിയെടുക്കണം. പാർട്ടിപരമായി നടപടിയെടുത്തു എന്ന് ഗോവിന്ദൻ മാഷ് പറഞ്ഞു. ഞങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല, ഞങ്ങൾ പുറത്താക്കി എന്ന് പറഞ്ഞു. അത് പാർട്ടിയുടെ വളരെ ഗൗരവതരമായി സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി തന്നെ കൃത്യമായിട്ട് ഞാൻ പറയാം. അതായത് ഒരു മുഖ്യമന്ത്രിക്കെതിരെ, ഒരു സർക്കാരിനെതിരെ എന്ന് പറയുമ്പോൾ അത് രാഷ്ട്രീയം മാത്രമല്ല, അത് കേവലം CPM-നെതിരെ മാത്രമല്ല. അയാൾക്കെതിരെ കേസ് കൊടുക്കാത്തത് എന്താ? PV അൻവറിനെതിരെ കേസ് കൊടുക്കണം, നിയമപരമായ നടപടിയെടുക്കണം. എന്താ ആർജവമില്ലാത്തത്? എന്താ മുഖ്യമന്ത്രിക്ക് ധൈര്യമില്ലാത്തത്? അതുപോലെ തന്നെ അൻവർ മുന്നോട്ട് വെച്ച ADGP അടക്കമുള്ള ആൾക്കാരുടെ കാര്യത്തിൽ എന്തുകൊണ്ടാണ് നിലപാടെടുക്കാത്ത? എന്തിനെന്നുള്ള ചോദ്യം CPM ചോദ്യമാണ്, അരുൺകുമാറിന്റെ ചോദ്യമല്ല, അത് CPM-ന്റെ ചോദ്യമാണ്. കാരണം മുഖ്യമന്ത്രി എന്ന് പറയുന്നതും സർക്കാർ എന്ന് പറയുന്നതും ഇവിടുത്തെ ജനങ്ങളുടേതാണ്, CPM-ന്റെ മാത്രമല്ല. അപ്പോൾ ആ മുഖ്യമന്ത്രിക്കും ആ സർക്കാരിനുമെതിരെ അതീവ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ മുഖ്യമന്ത്രി പുറത്താക്കിയിരിക്കുന്നു, ബന്ധമില്ല എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, അത് രാഷ്ട്രീയമായിട്ടുള്ള മറുപടി മാത്രമാണ്. മുഖ്യമന്ത്രിയുടെയും സർക്കാരിന്റെയും മറുപടി ഇയാൾക്കെതിരെ ക്രിമിനൽ നിയമപരമായി നടപടിയെടുക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഒരു ടെലിഫോൺ കോൾ പോയി എന്ന് പറഞ്ഞ BJP-യുടെ പാർട്ടി സംസ്ഥാന അധ്യക്ഷന്റെ പേരിൽ ക്രിമിനൽ കേസ് എടുക്കണ്ടേ? എടുക്കാൻ ധൈര്യമുണ്ടെങ്കിൽ എടുക്കൂന്ന് തന്നെയാണ് ഞങ്ങൾ വെല്ലുവിളിക്കുന്നത്. എന്താ എടുക്കാത്തതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അത് ചെയ്യാതെ കേവലം ഞങ്ങൾ പുറത്താക്കി എന്ന് പറഞ്ഞ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന നയമാണ് ഇപ്പോൾ അൻവറിനെതിരെ സ്വീകരിക്കുന്നത്. അൻവർ മുന്നോട്ട് വെച്ച ആശയങ്ങൾ, ബാധ്യതയുണ്ട്. രാഹുൽ ഗാന്ധിക്കെതിരെ ഇന്ത്യയിൽ എണ്ണം പറഞ്ഞ എല്ലാ സംസ്ഥാനങ്ങളിലും കേസ് കൊടുത്തൊരു രീതി കേരളത്തിലെ രീതി അത് മനസ്സിലായി. അത് മനസ്സിലായി. കാരണം CPM ഇന്ത്യയിലെ ജനാധിപത്യത്തെ അംഗീകരിക്കുന്നില്ല, കോടതിയെ അംഗീകരിക്കുന്നില്ല, ഇവിടുത്തെ ഭരണഘടനയെ അംഗീകരിക്കുന്നില്ല. CPM ജനാധിപത്യ പാർട്ടിയല്ല. അതുകൊണ്ട് അവർക്ക് ജനാധിപത്യപരമായോ നിയമപരമായ ഒരു കാര്യത്തിനോടും ഒരു സംവിധാനത്തോടും ബഹുമാനമില്ല. പക്ഷേ അതിവിടെ ഇന്ത്യ മഹാരാജ്യത്ത് കേരളത്തിൽ ജനാധിപത്യം ഒന്നും പറഞ്ഞ് നടന്നിട്ട് ഈ പറയുന്ന വർത്തമാനം പറയരുതെന്നാണ് ഞങ്ങൾ പറയുന്നത്. അതായത് രാജ്യത്തിനെതിരെ, മുഖ്യമന്ത്രിക്കെതിരെ എന്ന് പറയുമ്പോൾ അത് പാർട്ടിയല്ല, അത് പാർട്ടിക്ക് അതീതമാണ്. ഭരണകൂടത്തെയാണ് പ്രതിക്കൂട്ടിൽ നിർത്തിയത് PV അൻവർ. അപ്പൊ ഭരണകൂടത്തെ പ്രതിക്കൂട്ടിൽ നിർത്തിയാൽ ഞാൻ നിന്നോടുള്ള കൂട്ടുവെട്ടി എന്ന് സ്കൂൾ കുട്ടികൾ പറയുന്നത് പോലെ അല്ല മുഖ്യമന്ത്രി പ്രതികരിക്കേണ്ടത്, പാർട്ടി സെക്രട്ടറി പ്രതികരിക്കേണ്ടത്. മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ ഗുരുതരമായ ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത് എന്നുള്ള അതേ ഗൗരവത്തോടെ എടുക്കണം. കൈ ഒഴിയാനും കൈ കഴുകാനും സാധ്യമല്ല. ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത്? പാർട്ടി സെക്രട്ടറി ആണെങ്കിലും മുഖ്യമന്ത്രി ആണെങ്കിലും കൈ ഒഴിഞ്ഞ് കൈ കഴുകി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. അദ്ദേഹം മുന്നോട്ട് വെച്ച ആരോപണങ്ങൾ ഗൗരവതരമാണെങ്കിൽ അന്വേഷിച്ച് നടപടിയെടുക്കണം എന്ന ആർജവം എന്താ മുഖ്യമന്ത്രിക്കില്ലാത്തത്? എന്താ പാർട്ടി സെക്രട്ടറിക്ക് ഇല്ലാത്തത്? അപ്പോൾ ഇവർക്കൊക്കെ പേടിയുണ്ട്, അവരുടെ തലയിൽ പപ്പുണ്ട്, ഇവരുടെ മടിയിൽ കനമുണ്ട്, അവർ കുറ്റവാളികളാണെന്നുള്ള കുറ്റബോധമുണ്ട്. അതുകൊണ്ടല്ലേ അവർ നിശബ്ദത പാലിക്കുന്നത്, അതുകൊണ്ടല്ലേ അവർ വിഷയം വഴിതിരിക്കാൻ ശ്രമിക്കുന്നത്, അതുകൊണ്ടല്ലേ പുറത്താക്കി എന്ന് പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത്. എന്താ പുറത്താക്കിയത് കൊണ്ട് മാത്രം നിയമപരമായ നടപടിയില്ലാതാകും? കേവലം മറുപടി മാത്രം മതിയോ? ഇന്നിപ്പോൾ ഈ ചർച്ചയിൽ അനിൽകുമാർ പറയുന്നു, പാർട്ടി സെക്രട്ടറിയും പറയുന്നു, MR അജിത്കുമാറൊന്നും അത്ര വലിയ പ്രിയപ്പെട്ടവരൊന്നുമല്ല.
അല്ല, ഈ ബിനോയ് വിശ്വത്തിന്റെ ഉറപ്പൊക്കെ നാളെ പിണറായി വിജയൻ കണ്ണുരുട്ടുമ്പോൾ തീർന്നു പോകാനുള്ള ഉറപ്പേ ഉള്ളൂ. ഇതൊക്കെ വെറുതെ ജനങ്ങളെ പറ്റിക്കാനും CPIയുടെ അണികളെ പറ്റിക്കാനും വേണ്ടിയുള്ള ആരോപണമാണ് ബിനോയ് വിശ്വം മുന്നോട്ട് വെക്കുന്നത്. നാളെ പിണറായി വിജയൻ കണ്ണുരുട്ടി നോക്കിയാൽ ബിനോയ് വിശ്വം മൂത്രമൊഴിക്കും, അത്രേ ഉള്ളൂ. അപ്പൊ ഇതൊക്കെ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയാ. അങ്ങനെയാണെങ്കിൽ എത്ര ദിവസമായി, എത്ര നാളായി ഇതൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ട്? പക്ഷേ ഉണ്ടായില്ലല്ലോ. കുഴപ്പണ കേസ് അടക്കം എഴുതിത്തള്ളിയത് ഏത് സാഹചര്യത്തിലാണ്? എങ്ങനെയാണ് കരുവന്നൂർ കേസ് ഒത്തുതീർപ്പായത്? പല കേസുകളും മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ വരുമ്പോൾ ഒത്തുതീർപ്പിന് വേണ്ടി, കേന്ദ്രാനുകൂല്യത്തിന് വേണ്ടി ഈ ADGP ഇടപെട്ടിട്ടുണ്ടോ എന്ന ഗുരുതരമായൊരു വിഷയം PV അൻവറിന് പിന്നാലെ കേരളം ചർച്ച ചെയ്യുന്നുണ്ട്. അതാണ് അനിലക്കരെ ആവർത്തിച്ച് പറയുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം. അതാണ് ഇടത് സഖാക്കളെ പ്രതിസന്ധിയിലാക്കുന്നത്. ഈ ഏതെങ്കിലും ഒരു കോണിൽ അതിലൊരു വാസ്തവമുണ്ടോ എന്ന് ചിലരെങ്കിലും സംശയിക്കുന്നുണ്ട്. അഡ്വക്കേറ്റ് S. ജയസൂര്യൻ, അങ്ങനെ സംശയിക്കുന്നുണ്ടെങ്കിൽ അതിനെതിരെ അന്വേഷണം നടത്താനാണ് ഞങ്ങൾ വെല്ലുവിളിക്കുന്നത്. സംശയിച്ചാൽ മാത്രം പോരാ, ചർച്ച നടത്തിയാൽ മാത്രം പോരാ, ആരോപണം ഉന്നയിച്ചാൽ മാത്രം പോരാ. സംശയിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് അന്വേഷിക്കൂ. ഭരണകൂടത്തിന്റെ കയ്യിൽ അന്വേഷണ ഏജൻസികളില്ലേ, പോലീസില്ലേ, രഹസ്യാന്വേഷണ വിഭാഗമില്ലേ? ഇല്ലെങ്കിൽ കോടതിയിലേക്ക് പോകാൻ ഞങ്ങൾ എവിടെ പോയിട്ട് അന്വേഷിക്കണേ? പ്രതിപക്ഷം എങ്ങനെ അന്വേഷിക്കും? PV അൻവർ എങ്ങനെ അന്വേഷിക്കും? ഞങ്ങൾ എങ്ങനെ അന്വേഷിക്കും? അല്ലെന്നേ, സംസ്ഥാന ഭരണകൂടത്തിന് PV അൻവറിന്റെ അന്വേഷണത്തെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. ഈ CPM പറഞ്ഞ ആരോപണമുണ്ടെങ്കിൽ, കോൺഗ്രസിന് പറഞ്ഞ ആരോപണമുണ്ടെങ്കിൽ, ആ ആരോപണത്തിന് CPMന്റെ കയ്യിലിരിക്കുന്ന അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട്, പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് ധീരമായ നടപടി എടുത്തുകൂടെ? ആ നടപടി എടുക്കാനല്ല ഞങ്ങൾ വെല്ലുവിളിക്കുന്നത്. ചെയ്യാതെ വഴിതിരിച്ചു വിടുകയാണ്. ആ പറയുന്നതിന്റെ അതാണ് അരുൺ ഞാനും പറയുന്നത്. ഇങ്ങനെയുള്ള ആരോപണങ്ങൾ കൊണ്ട് ഈ വിഷയം കുഴിച്ചു മൂടാനാണ് ഇടതുപക്ഷവും വലതുപക്ഷവും ശ്രമിക്കുന്നത്. അപ്പോൾ ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും ഇവിടെ ആത്മാർത്ഥതയില്ല. ഈ വസ്തുതകൾ പുറത്തു വരണമെന്നും കുറ്റവാളികളെ കണ്ടെത്തണമെന്നും ഇതിന്റെ പിന്നിലുള്ള സത്യം തെളിയിക്കപ്പെടണമെന്നും UDF-നും LDF-നും തരിമ്പ് താല്പര്യമില്ല. അവർ രണ്ടും ഇന്ത്യ മുന്നണിയുടെ ഘടകകക്ഷികളാണ്.